തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിന് സമീപത്ത് കാർ നിയന്ത്രണം വിട്ട കാർ ഓട്ടോയിലും ബൈക്കിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ബൈക്ക് യാത്രികന്റെ കാൽ പൂർണ്ണമായും അറ്റുപോയി. കാറിൽ ഉണ്ടായിരുന്നവർ മദ്യപിച്ചിരുന്നതായി വിവരമുണ്ട്. ബിനിൽ ലീല സാബു ചേരുകയാണ് അവിടെ നിന്ന്. ബിനിൽ, ഈ അപകടത്തിൽപ്പെട്ട മറ്റ് ആളുകൾക്ക് ആർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്? ഈ കാൽ അറ്റുപോയ ആളെ ആശുപത്രിയിൽ ഉടൻ തന്നെ എത്തിക്കാൻ സാധിച്ചു? സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ ഞാൻ ഈ അപകടം നടന്ന പാറ്റൂർ ജനറൽ ഹോസ്പിറ്റലിന് സമീപത്താണ് ഈ അപകടം ഉണ്ടായത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ റോഡ്, അത് ജനറൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന റോഡ്, പാറ്റൂർ ഭാഗത്തെ ഈ റോഡാണ്. ആ റോഡ് ഒരു വളവാണ്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. അല്പസമയത്തുള്ളിൽ തന്നെ നമുക്കത് ലഭ്യമാക്കാൻ സാധിക്കും. ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വളവിൽ അമിത വേഗതയിലാണ് ഈ കാർ എത്തിയത്. ആ കാറ് ഡിവൈഡർ മറികടന്ന് ഇപ്പുറത്തെ മറുവശത്തേക്ക് എതിർവശത്തേക്ക് വന്ന രണ്ട് വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. ഒന്ന് ഈ ഓട്ടോറിക്ഷയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ വെളുത്തനുള്ള ഫിയറ്റ് കാറാണ് അപകടം ഉണ്ടാക്കിയത്. ഇതിൽ ഈ യുവാക്കൾ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അവരെ വഞ്ചൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൽ മദ്യക്കുപ്പി കണ്ടെത്തിയിട്ടുണ്ട്. അവർ മദ്യപിച്ചിരുന്നതായിട്ടാണ് നിലവിൽ പോലീസിന് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. അതിന്റെ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ അപകടത്തിൽ ഈ ഓട്ടോ ഏകദേശം പൂർണ്ണമായും തകർന്നു. ഇതിനൊപ്പം തന്നെ ഒരു ഇരുചക്ര വാഹനവും തൊട്ട് പിന്നാലെ വരുന്നുണ്ടായിരുന്നു. ആ വാഹനത്തിലും ഇടിച്ചു. ആ വാഹനത്തിലെ യാത്രക്കാരന്റെ കാലാണ് അറ്റുപോയത്. ഈ ഓട്ടോയുടെ വലതുവശത്ത് അതൊരു പള്ളിയുടെ സെമിത്തേരിയാണ്. ആ സെമിത്തേരിയിലേക്കാണ് ഈ ചെറുപ്പക്കാരന്റെ കാല് അവിടേക്ക് തെറിച്ച് വീണു. മറ്റ് യാത്രക്കാരാണ് അത് അവിടെ നിന്ന് എടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പരിക്കേറ്റ ആളുകൾ അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 45-കാരനായ പ്രശാന്ത് കുമാറിന്റെ കാലാണ് അറ്റുപോയത്. അദ്ദേഹം ബൈക്കിലാണ് യാത്ര ചെയ്തിരുന്നത്. കൊല്ലങ്കോട് സ്വദേശിയായ സന്തോഷ്, പൊഴിയൂർ സ്വദേശികളായ അനിത, പൊഴിയൂർ സ്വദേശി അതിൻ ആന്റണി, ഇങ്ങനെ ബാക്കിയുള്ള 3 പേർക്കാണ് പരിക്കേറ്റത്. അത് ഈ ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന ആളുകളാണ്. അവർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. കിംസ് ആശുപത്രിയിലേക്കും അതോടൊപ്പം മെഡിക്കൽ കോളേജിലേക്കുമാണ് ഈ പരിക്കേറ്റ ആളുകളെ മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഈ വാഹനത്തിൽ, കാറിൽ യാത്ര ചെയ്തിരുന്ന ആളുകൾ അവർ മദ്യപിച്ചിരുന്നു. അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് ആംബുലൻസ് വിളിച്ച് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും ഇവരെ ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട്. അപകടമുണ്ടാക്കിയ കാർ ഓടിച്ച ആളുകളെ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ നിന്നും മദ്യക്കുപ്പി ലഭിച്ചിട്ടുണ്ട്. മദ്യപിച്ച് അമിത വേഗതയിൽ കാർ ഓടിച്ച് അപകടമുണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അതായത് CCTV ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. അമിത വേഗതയിൽ ആ വളവിൽ കാർ ഇവിടേക്ക് വരുന്നു. അത് ഡിവൈഡർ മറികടന്ന് മറുവശത്തേക്ക് വന്ന രണ്ട് വാഹനങ്ങൾ, ഒന്ന് ഓട്ടോറിക്ഷ, മറ്റൊന്ന് ബൈക്കാണ്. ബൈക്ക് ഇവിടെ ദൂരം മാറി അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ആ രണ്ട് വാഹനങ്ങളിലാണ് ഈ കാറ് ഇടിച്ച് അപകടമുണ്ടാക്കിയത്. 4 പേർക്ക് പരിക്കേറ്റു. അതിൽ ഈ ബൈക്ക് യാത്രക്കാരനാണ് ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റത്. അദ്ദേഹത്തിന്റെ കാല് പൂർണ്ണമായും അത് തൊട്ടടുത്തുള്ള മതിൽ കടന്ന് സെമിത്തേരിയുടെ അപ്പുറത്തേക്ക് പോയി. മറ്റ് ബൈക്ക് യാത്രക്കാരാണ് അത് എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. നിലവിൽ എന്തായാലും ഈ അപകടമുണ്ടാക്കിയ കാർ ഓടിച്ച ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിജീഷ്. ശരി ബിനിൽ, അവിടെ ദൃശ്യങ്ങളിൽ കാണാം. രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് അവിടെ അറ്റുപോയ കാലുമായി ഓടുന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. വലിയൊരു അപകടമാണ് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിന് സമീപത്ത് കാർ നിയന്ത്രണം വിട്ട് ഉണ്ടായത്. കാർ ഒരു ഓട്ടോയിലും ബൈക്കിലും ഇടിച്ച് അപകടമുണ്ടായി എന്നത് മാത്രമല്ല, ഒരു ബൈക്ക് യാത്രന്റെ കാൽ അറ്റുപോകുന്ന സാഹചര്യവും ഉണ്ടായി.